ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم عباد الله أولا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ യഥാർത്ഥമായ അടിമകൾക്കുണ്ടാകേണ്ടുന്ന ഗുണവിശേഷണങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഏതാനും ഖുതുബകളായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാണ് അല്ലാഹുവിൻ്റെ യഥാർത്ഥമായ അടിമകൾ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് അവനോട് മാത്രം പ്രാർത്ഥിക്കണം, അതുപോലെ തന്നെ എന്താണ് തൗഹീദ്, അതിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഷർത്തുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഫർളുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഖുതുബയിൽ മനസ്സിലാക്കുകയുണ്ടായി, പഠിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു പൂർത്തീകരണം എന്ന നിലക്ക് ഇന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറിഞ്ഞു പോകുന്ന, അതിനെ പൊളിച്ചു കളയുന്ന നവാഖിദുകളെ സംബന്ധിച്ചാണ് ഇന്നത്തെ ഒരു ഖുതുബയിൽ സൂചിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. മുമ്പൊരിക്കൽ ഈ വിഷയം നമ്മൾ സൂചിപ്പിച്ചതാണ് എങ്കിലും അതിൻ്റെ പ്രാധാന്യം കൊണ്ട് തന്നെ ആ വിഷയം ഒന്നുകൂടെ തക്റാർ ചെയ്യാൻ, ഒന്നുകൂടി ആവർത്തിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ വന്നു പോകുന്നുണ്ട് എങ്കിൽ തിരുത്താനും വേണ്ടി മാത്രമാണ് അത് ആവർത്തിക്കുന്നത്. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കൃതിയാണ് നവാഖിദുൽ ഇസ്ലാം എന്ന് പറയുന്ന, ഇസ്ലാമിനെ മുറിച്ചു കളയുന്നവ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം 10 കാര്യങ്ങളാണ്, പ്രവിശാലമായി ചർച്ച ചെയ്യേണ്ടുന്ന 10 കാര്യങ്ങളെ സംബന്ധിച്ചാണ് അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ വളരെ ഷോർട്ടായ രൂപത്തിൽ ആ കിതാബിൽ എന്ത് ചെയ്തിട്ടുള്ളത്, വിവരിച്ചിട്ടുള്ളത്. ആ കിതാബിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആ 10 കാര്യങ്ങൾ എന്താണ് എന്ന് ഒരു ഖുതുബയിൽ ഒതുക്കാൻ കഴിയുന്നതല്ല എങ്കിൽ കൂടിയും ഒരു മൂജിസായ നിലയിൽ, വളരെ ഷോർട്ടായ നിലയിൽ നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുകയാണ്. അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ ആദ്യമായി പറഞ്ഞിട്ടുള്ള കാര്യം ഇഅ്ലം അന്ന മിൻ അഅ്ളമി നവാഖിദിൽ ഇസ്ലാമി 10. ഇസ്ലാം മുറിഞ്ഞു പോകുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് 10 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമതായി അദ്ദേഹം വേണ്ടിയത് അശ്ശിർകു ഫീ ഇബാദത്തില്ലാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകേണ്ടുന്ന ഇബാദത്തിൽ ഒരാൾ പങ്കുവെക്കുക എന്നുള്ള കാര്യമാണ്. അള്ളാഹുവിന് മാത്രം നൽകേണ്ടുന്ന ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു മഖ്ലൂക്കിന് നമ്മൾ നൽകിയാൽ, ആ മഖ്ലൂക്ക് മഹാനാകട്ടെ, അതല്ലെങ്കിൽ നബി ആകട്ടെ, മലക്കാവട്ടെ, ആര് തന്നെ ആകട്ടെ, ആ ഒരു ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും നമ്മൾ വകവെച്ച് കൊടുക്കുകയാണ് എങ്കിൽ അതാണ് ശിർക്ക് എന്ന് പറയുന്നത്. അതൊരാളുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ ഇസ്ലാമിന്റെ മില്ലത്തിൽ നിന്നും അവൻ പുറത്താണ്. നമുക്കറിയാം, ശിർക്ക് എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു തിന്മയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞ എന്താണ്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കുവെക്കുക എന്നുള്ള കാര്യം ഒരിക്കലും എന്ത് ചെയ്യില്ല,
അവൻ പുറത്തു തരികയില്ല. ആത്മാർത്ഥമായ തൗബയോടുകൂടെ അല്ലാതെ അവൻ പുറത്തു തരികയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതിന് താഴെയുള്ള ഏതേത് തിന്മകളായിക്കൊള്ളട്ടെ അതെല്ലാം തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വേള തൗബയില്ലാതെ പോലും പുറത്തു തരാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ ശിർക്ക് എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും എന്ത് ചെയ്യില്ല, പുറത്തു കൊടുക്കൂല. അപ്പോ നമ്മളുടെ ദുആ ആകട്ടെ, നമ്മുടെ നിസ്കാരങ്ങളാവട്ടെ, നമ്മുടെ തവക്കുലാവട്ടെ, നമ്മുടെ പ്രതീക്ഷയാവട്ടെ, നമ്മുടെ ഭയമാകട്ടെ, എന്ത് തന്നെ ആകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് നമ്മൾ അത് അർപ്പിക്കാൻ പാടുള്ളൂ. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് മൻ ജഅല ബൈനഹു വബൈന അല്ലാഹി വസായിത യദ്ഉഹും വയസ്അലുഹും അശ്ശഫാഅ വയതവക്കലു അലൈഹിം. ചില ആളുകളുണ്ട്, അവർ അവരുടെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെയും ഇടയിൽ മധ്യവർത്തികളെ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ അവരോട് ദുആ ചെയ്യുകയും അതോടൊപ്പം തന്നെ അവരോട് ശഫാഅത്തിനെ ചോദിക്കുകയും അവരിൽ വരമേൽപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവരും ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നാണ്. നമ്മുടെ നാടുകളിലൊക്കെ വ്യാപകമായിട്ടുള്ള ഒരു കാര്യമാണ് മധ്യവർത്തികളെ സ്വീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുക എന്നുള്ള കാര്യം. പലപ്പോഴും അതിന് ന്യായീകരണങ്ങളായിക്കൊണ്ട് പറയാറുള്ള പല ഉദാഹരണങ്ങളും അവർ പറയാറുണ്ട്. ഒരു ജഡ്ജിയുടെ അടുക്കിലേക്ക് അതല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ അടുക്കിലേക്ക് ഡയറക്റ്റ് നമുക്ക് കയറി ചെല്ലാൻ പറ്റുമോ? നമ്മൾ എന്തായാലും ഒരു പഞ്ചായത്ത് അംഗത്തെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു MLA കൊണ്ടോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും മന്ത്രിയുടെ അടുക്ക് സ്ഥാനമുള്ള നമുക്ക് എന്തെങ്കിലും ലഭിക്കാൻ സാധ്യതയുള്ള ഒരാളെ കൊണ്ട് പോകുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സാമീപ്യമുള്ള ആളുകളാണ് അമ്പിയാക്കൾ, അതുപോലെ തന്നെ ശുഹദാക്കൾ, സ്വാലിഹീങ്ങളായ ആളുകൾ. അതുകൊണ്ട് അവർ മുഖാന്തരമാണ് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കേണ്ടത് എന്ന്. യഥാർത്ഥത്തിൽ ഈ ഒരു തംസീൽ, ഈ രീതിയിലുള്ള തശ്ബീഹ്, സാദൃശ്യപ്പെടുത്തൽ എന്ന് പറയുന്നത് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം നമ്മൾക്കറിയാം, ഒരു മന്ത്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ജഡ്ജി എന്ന് പറയുന്നത് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് പോയാൽ സഹായം ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? അയാൾക്ക് നമ്മളെ കുറിച്ച് കൃത്യമായി ധാരണയില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ നമ്മളെ അറിയുന്ന, അദ്ദേഹത്തെ അറിയുന്ന ഒരു ഇടയാളൻ വന്നപ്പോൾ നമുക്ക് കിട്ടേണ്ടത് കിട്ടി എന്നുണ്ടെങ്കിൽ അദ്ദേഹം നമ്മളെ തിരിച്ചറിഞ്ഞു എന്നാണ്. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യത്തിൽ നമ്മൾ പറയാൻ പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രഹസ്യങ്ങളും നമ്മുടെ പരസ്യങ്ങളും നമ്മുടെ ഇന്നലകളും നമുക്കിനി നാളെ എന്താണ് സംഭവിക്കാനിരിക്കുന്നത് എന്നും എത്രത്തോളം അല്ലാഹു പറഞ്ഞു, വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു. മനുഷ്യനെ ഞാനാണ് സൃഷ്ടിച്ചത്, അവന്റെ ഹൃദയം എന്താണ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പോലും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാൻ, അവനിലേക്ക് അടുക്കാൻ വേണ്ടി ഒരു മധ്യവർത്തിയുടെ ആവശ്യം ഒരു മുസ്ലിമായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നതാണ്. അതുപോലെ തന്നെ അവരുടെ മേൽ ഭരമേൽപ്പിക്കാനും പാടില്ല, അവരോട് ശഫാഅത്തിനെ ചോദിക്കാനും പാടില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ദീനുൽ ഇസ്ലാമിന്റെ മില്ലത്തിൽ നിന്നും പുറത്താണ്. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞ കാര്യം മൻ ലം യുകഫിരിൽ മുശ്രിക്കീൻ ഔ ശക്ക ഫീ കുഫ്രിഹിം ഔ സഹഹ മദ്ഹബഹും കഫറ ഇജ്മാഅ. ആരെങ്കിലും ഒരു വ്യക്തി മുശ്രിക്കാണ്, ഒരു വ്യക്തി കാഫിറാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യനെ നമ്മൾ കാഫിറായി കാണുന്നില്ല എങ്കിൽ, അതല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ മതങ്ങളും ഒരു പുഴ പോലെയാണ്, ആ ലോകത്തിലുള്ള പുഴകൾ പോലെയാണ്, എല്ലാ പുഴകളും ഒഴുകി ഒരു കടലിലേക്ക് ചേരുന്നത് പോലെ എല്ലാ മതത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തന്നെ എത്തുമെന്നുള്ള സർവമത സത്യവാദം, അതല്ലെങ്കിൽ ഏതെങ്കിലും കൃത്യമായ കുഫ്റൻ പ്രവർത്തനങ്ങൾ, അത് കുഫ്റാണോ എന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട് എങ്കിൽ ഇതെല്ലാം തന്നെയും നമ്മളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി കളയുന്ന കാര്യമാണ്. ഒരു വ്യക്തി കുഫ്റൻ പ്രവർത്തനങ്ങൾ ചെയ്ത് ഒരു ഇസ്ലാമികമായ ഖാദി അദ്ദേഹത്തെ വിളിച്ചു, ഇദ്ദേഹം കാഫിറാണ്. അതല്ലെങ്കിൽ ഒരു ഇസ്ലാമിനെ സ്വീകരിക്കാത്ത ഒരു മനുഷ്യൻ, അയാൾ ബിംബാരാധനയും മറ്റുമായി കൊണ്ട് നടക്കുകയാണ്. ആ മനുഷ്യനെ നമ്മൾ കാഫിറായി കാണുന്നില്ല എങ്കിൽ നമ്മളും കാഫിറാകുമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ഷിർക്ക് ചെയ്യുന്ന ഓരോരുത്തരെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വിധി കൽപ്പിക്കാൻ പാടില്ല. ഇയാൾ കാഫിറാണ്, ഇയാൾ കാഫിറാണ്, ഇയാൾ കാഫിറാണ് എന്ന് പറയാൻ പാടില്ല. മറിച്ച് നിരുപാധികം നമുക്ക് പറയാൻ പറ്റൂ, ആരാണോ കല്ലിനെ ആരാധിച്ചത്, ആരാണോ ഖബറിനെ ആരാധിച്ചത്, അയാൾ എന്താണ് കാഫിറാണെന്ന് പറയാം.
പക്ഷേ ഒരിക്കലും ഇന്ന വ്യക്തി സെയ്ദ് കല്ലിനെ ആരാധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സെയ്ദ് മുശ്രിക്കാണ് എന്ന് പറയാനുള്ള അധികാരം ഇസ്ലാമിലെ ഓരോ വ്യക്തികൾക്കും ഇല്ല എന്നുകൂടെ അതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇസ്ലാമിന്റെ ഒരു ഖാളി അദ്ദേഹം പറയാണ് ഇന്ന വ്യക്തി കാഫിറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യനെ നമ്മൾ തക്ഫീർ ചെയ്യുന്നില്ല എങ്കിൽ, നമ്മൾ അദ്ദേഹത്തെ കാഫിറായി കാണുന്നില്ല എങ്കിൽ നമ്മളും ഇത് തന്നെയാണ് ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്നതാണ് എന്ന്. നാലാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് മനി അഅ്തഖദ അന്ന ഗൈറ ഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്മലു മിൻ ഹദിയിഹി ഔ അന്ന ഹുക്മ ഗൈരിഹി അഹ്സനു മിൻ ഹുക്മിഹി കല്ലദീന യുഫദ്ദിലൂന ഹുക്മ തവാഗീത് അലാ ഹുക്മിഹി ഫഹുവ കാഫിർ. ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാതയല്ലാത്ത മറ്റൊരു പാത, അതല്ലെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിധി അല്ലാത്ത മറ്റൊരു വിധി, അതാണ് ഏറ്റവും ഉത്തമമെന്ന് ഒരാൾ വിശ്വസിക്കുന്നതോടുകൂടി തന്നെ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളിൽപ്പെട്ട ഒന്നാണ് നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുക. ഒരാൾ നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്നതിനേക്കാൾ നല്ലത് നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിധിച്ച ഒരു വിധിയാണ് ഒരാൾ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അയാൾ വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം, ഒരാൾ കട്ട് കഴിഞ്ഞാൽ അയാളുടെ കൈ മുറിക്കണം എന്നുള്ളത്. ഈ നിയമത്തെക്കാൾ നല്ല നിയമം അത് ഒരു 6 മാസം ജയിലിൽ അടക്കലാണ്, അതല്ലെങ്കിൽ ഒരു 10 വർഷം ജയിൽ ശിക്ഷ കൊടുക്കലാണ്. അതാണ് ഏറ്റവും നല്ല വിധി എന്ന് അവൻ വിശ്വസിക്കുന്നതോടുകൂടി തന്നെ അവൻ ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ നിന്നും അവൻ പുറത്താകുന്നതാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദി മാർഗം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിധി ഹുക്മ്, ഈ 2 കാര്യങ്ങളും അതാണ് ഏറ്റവും നല്ല ഹുക്മ്, ഏറ്റവും നല്ല ഹദി എന്ന് നമ്മൾ വിശ്വസിക്കാത്തിടത്തോളം കാലം നമ്മൾ മുസ്ലിമീങ്ങളാവുകയില്ല എന്ന്. അഞ്ചാമതായി അദ്ദേഹം പറഞ്ഞത് മൻ അബ്ഗള ശൈഅൻ മിമ്മാ ജാഅ ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലൗ അമില ബിഹി. ഒരു വ്യക്തി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഒരു കാര്യം, ദീനിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം അയാൾ അതിനെ വെറുക്കുകയാണ്, അതിനയാൾ വെറുത്തു കഴിഞ്ഞാൽ അയാളത് പ്രവർത്തിക്കുന്നവനാണെങ്കിലും ശരി അവൻ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഒരു മനുഷ്യൻ എന്താണ് താടി വെക്കാൻ ഇഷ്ടമല്ല, ഒരാൾക്ക് താടി വെക്കുന്നതിനോട് വെറുപ്പാണ്, പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, താടി വെക്കുന്നുണ്ട്. ആ താടി വെക്കുന്നതോടുകൂടി തന്നെയും അയാൾ അതിനെ വെറുക്കുകയാണ് എങ്കിലോ അയാൾ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അതാണ് വലൗ അമില ബിഹി, അവനത് ചെയ്താലും ശരി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഒരു കാര്യത്തെ വെറുത്തു കഴിഞ്ഞാൽ അവൻ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഒരാൾ താടി വെക്കുന്നില്ല, അയാൾക്ക് താടി വെക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അയാൾക്ക് താടി വെക്കാൻ പറ്റുന്നില്ല, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല. പക്ഷേ അയാൾ ഹറാമ് ചെയ്ത ശിക്ഷ അയാൾക്ക് ലഭിക്കും. പക്ഷേ താടി വെക്കുക എന്നുള്ള കാര്യം മാത്രമല്ല, ദീനിലെ എന്ത് കാര്യങ്ങളായിക്കൊള്ളട്ടെ അതിനെ ഒരാൾ വെറുപ്പോട് കൂടി കാണുകയും അത് പ്രവർത്തിച്ചാൽ തന്നെയും അയാൾ എന്ത് ചെയ്യും, ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ദാലിക ബിഅന്നഹും കരിഹു മാ അൻസലല്ലാഹു ഫഅഹ്ബത അഅമാലഹും. മുനാഫിഖീങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അങ്ങനെ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ കാര്യങ്ങളെ അവർ വെറുത്തു, ആ വെറുത്തതിന്റെ പേരിലായിക്കൊണ്ട് അവരുടെ മുഴുവൻ പ്രവർത്തനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷ്ഫലമാക്കി, അതെല്ലാം പൊളിച്ചു കളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. ആറാമത്തെ കാര്യം മനിസ്തഹസഅ ബിശൈഇൻ മിൻ ദീനില്ലാഹ് ഔ സവാബിഹി ഔ ഇഖാബിഹി കഫറ. ആരെങ്കിലും ദീനിൽപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തെ ഒരാൾ കളിയാക്കിയാൽ അത് അള്ളാഹുവിന്റെ ഒരു പ്രതിഫലമാകട്ടെ, അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു ശിക്ഷയാകട്ടെ, എന്ത് തന്നെയാകട്ടെ, അതിനെ ഒരാൾ കളിയാക്കുകയാണ് എങ്കിൽ അയാളും ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഇപ്പോൾ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ നാളെ സ്വർഗത്തിൽ ഒരു മരം നടുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ ഈ ഹദീസ് കേട്ടപ്പോൾ ഒരാൾ പറയാണ്, എന്നാൽ നാളെ സ്വർഗത്തിൽ മരം തന്നെ ഉണ്ടാവും എന്ന് കളിയാക്കുന്ന രൂപത്തിൽ അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അല്ലെങ്കിൽ ഖബറിൽ ശിക്ഷ അനുഭവിക്കാനുണ്ട്. ഈ ഹദീസ് കേട്ടപ്പോൾ ഒരാൾ പറഞ്ഞു, ഖബറിൽ നേരാമണ്ണം ഒരാൾക്ക് ഇറങ്ങിയിരിക്കാൻ തന്നെ സ്ഥലമല്ല, പിന്നെ എങ്ങനെയാണ് അവിടെ ശിക്ഷ? മലകൾ പൊളിഞ്ഞു പോകുമാറുള്ള ദണ്ടുകൾ കൊണ്ട് അടിക്കപ്പെടും എന്നുള്ള ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആ രൂപത്തിലുള്ള ശിക്ഷയൊന്നും അവിടെ ലഭിക്കൂല. അതിനെ കളിയാക്കിക്കൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. പലപ്പോഴും റമളാനും മറ്റൊക്കെ വരുന്ന സമയത്ത് നമ്മുടെയൊക്കെ ഫോണിൽ വരുന്നതാണ് ചില വീഡിയോസുകൾ. നമ്മളത് ഗൗരവമില്ലാതെയാണ് നമ്മളത് കാണാറുള്ളത്. ആ വീഡിയോസിൽ ഒരാൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കും,
എന്നിട്ട് വേറൊരാൾ വന്നിട്ട് നോമ്പിന്റെ പകലിൽ ഒരാൾ ഭക്ഷണം കഴിക്കും, അപ്പോൾ വേറൊരു ആൾ വന്നിട്ട് പറയും, എന്താണ് നീ എന്താണ് ഭക്ഷണം കഴിക്കുന്നത്, ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിന്ന് അറിയില്ലേ? അപ്പോൾ തിരിച്ച് മറ്റും പറയും, എന്ത് അല്ല മറന്നു കഴിച്ചാൽ കുഴപ്പമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും കഴിക്കും. ഇത് കണ്ട് ചിരിക്കാനും സത്യത്തിൽ അവർ കളിയാക്കിയത് എന്തിനാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനത്തെയാണ് അവൻ കളിയാക്കിയിട്ടുള്ളത്. അത് കേവലം ഹറാമ് ചെയ്ത ശിക്ഷയല്ല, മറിച്ച് ഇസ്ലാമിൽ നിന്ന് തന്നെ അവൻ പുറത്തു പോകുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു, ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും. നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ടും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടും അവരുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ടുമാണോ നിങ്ങൾ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്? ലാ തഅ്തദിറു, ഒരു കാരണവും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ മുഅ്മിനീങ്ങളായിരുന്നു, അതിനുശേഷം നിങ്ങൾ കാഫിരീങ്ങളായി മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് ഇറങ്ങുന്നത് മുനാഫിഖീങ്ങളായ ആളുകളുടെ വിഷയത്തിലാണ്. അവർ സഹാബാക്കൾ റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള പേടിത്തൊണ്ടന്മാരെയും ഇങ്ങനെയുള്ള തീറ്റക്കുതിയന്മാരെയും ഞങ്ങൾ കണ്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങി. ആ സമയത്ത് ഇറങ്ങിയ ആയത്താണ് ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ മുനാഫിഖീങ്ങളായ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, റസൂലേ ഞങ്ങൾ വെറുതെ പറഞ്ഞതാണ്, തമാശക്ക് പറഞ്ഞതാണ്. ഇത് നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു, ലാ തഅ്തദിറു, നിങ്ങൾ ഒരു കാരണവും പറയേണ്ടതില്ല. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾ മുഅ്മിനീങ്ങളായതിനു ശേഷം നിങ്ങൾ കുഫറിലേക്ക് ചാടിയിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമ്മൾ തിരുത്താൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഏഴാമതായി മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അതിൽ പറയുന്ന കാര്യം അസ്സിഹ്റു, മാരണം ചെയ്യുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരാൾ അത് ചെയ്യുകയോ അതിൽ തൃപ്തിപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവൻ കാഫിറായി പോകും. ഒരു കാരണവശാലും ജ്യോത്സ്യന്മാരാവട്ടെ അതല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളുകളാവട്ടെ അവരുടെ അടുക്കൽ പോയി നമുക്ക് ആരോടെങ്കിലും ദേഷ്യമോ വൈരാഗ്യമോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അവർക്കെതിരിൽ ചെയ്യാൻ എന്തില്ല, നമുക്ക് അനുവാദമില്ല. സിഹർ എന്ന് പറയുന്നത് മഹാപാതകമായിക്കൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പഠിപ്പിച്ചെന്നുള്ളത്. അതുകൊണ്ട് സിഹർ ഒരാൾ ചെയ്യുകയോ അതിൽ തൃപ്തിപ്പെടുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവൻ ദീനുൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതുപോലെ തന്നെ സിഹറുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പല ആളുകളും പറയാറുണ്ട്, സിഹർ എന്ന് പറയുന്ന ഒരു സംഗതി എന്തില്ല, ഇല്ല, യാതൊരു ഹഖീഖത്തും യാതൊരു യാഥാർത്ഥ്യവും അതിന് ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അത് ഖുർആനിന്റെ നസ്സിന് തന്നെ എതിരാണ് എന്നാണ്. നമ്മൾ വിശദമായി കൊണ്ട് പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ് സിഹർ എന്നുള്ളത്. അത് ചെയ്യാൻ വേണ്ടിയല്ല, പല ആളുകളും സിഹറിനെ പരിപൂർണമായി നിഷേധിക്കാറുണ്ട്. അതൊരിക്കലും ശരിയല്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന കാര്യമാണ് സിഹറിന് ഹഖീഖത്തുണ്ട്, അതിന് യാഥാർത്ഥ്യമുണ്ട്. അത് മാത്രമല്ല അത് ചെയ്തവൻ ദീനുൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നതാണ്. ഒമ്പതാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത്, മനിഅ്തഖദ അന്ന ബഅദൻ നാസി ലാ യജിബു അലൈഹി ഇത്തിബാഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅന്നഹു യസ്അഉൽ ഖുറൂജു അൻ ശരീഅതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കമാ വസ്അൽ ഖദിറ അൽ ഖുറൂജു അൻ ശരീഅതി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫഹുവ കാഫിർ. ഏതെങ്കിലും ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ശരീഅത്ത് അവന് ബാധകമല്ല എന്ന് ഒരു മനുഷ്യൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ, ഏതുപോലെ റസൂൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്തല്ല ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടായിരുന്നത്, അതുപോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്ത് ബാധകമല്ല എന്ന് ആരെങ്കിലും വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ചില ആളുകളൊക്കെ നമ്മൾ പറയാറില്ലേ, അയാൾ നിസ്കരിക്കാറില്ല, അയാൾക്ക് നോമ്പില്ല, അയാൾ ദറജ മാറിയ ആളാണ്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. എല്ലാ വ്യക്തികൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്ത് അത് നിർബന്ധമായും പിൻപറ്റൽ ബാധ്യതയാണ്. നമുക്കറിയാം, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശരീഅത്തല്ല അദ്ദേഹം നടപ്പിൽ വരുത്തും. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം വിധികൾ പറയുകയും അദ്ദേഹം കർമ്മങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യാം. ഒരു റസൂൽ, ഒരു നബിക്ക് പോലും
ആ രൂപത്തിലാണ് എങ്കിൽ അതിനേക്കാൾ താഴെ ദർജയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മില്ലത്തിൽ നിന്ന് അവർക്കൊന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല, അവർ ആ മില്ലത്തിൽ നിന്ന് പുറത്താണ് എന്ന് എങ്ങനെയാണ് ഒരാൾ പറയുക? അതുകൊണ്ട് അങ്ങനെ ഒരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവനും ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ 10ാമതായി അദ്ദേഹം പറഞ്ഞു, ഒരാൾ പരിപൂർണമായും ദീനിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത്. അദ്ദേഹത്തിന്റെ പേര് മാത്രമായിരിക്കും എന്ത് മുഹമ്മദ് എന്ന്, വേറെ ഒന്നും അയാൾക്ക് ഉണ്ടാവില്ല. ഒരു ജുമുഅക്ക് പോലും അദ്ദേഹം എന്ത് ചെയ്യൂല, ഒന്ന് പള്ളിക്ക് പോവില്ല, ഒരു ദീനിന്റെ ഒരു മേഖലയും പഠിക്കൂല, ദീനിന്റെ ഒരു കർമ്മവും ചെയ്യൂല. ആ രൂപത്തിൽ നാമമാത്രമായിക്കൊണ്ട് ഒരാൾ ഇസ്ലാമിലുണ്ട് എങ്കിൽ അയാളും ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അത് അവസാനിപ്പിക്കുന്ന സമയത്ത് പറയുന്ന ഒരു സംഗതി നമുക്ക് കാണാം, വലാ ഫർഖ ഫീ ജമീഇ ഹാദിഹി നവാഖിദ് ബൈനൽ ഹാസിലി വൽ ജാദി വൽ ഖായിഫ്. ഒരാള് പേടിച്ചുകൊണ്ട് പറഞ്ഞാലും, അതുപോലെ തന്നെ ഒരാള് തമാശക്ക് പറഞ്ഞാലും, ഒരാൾ കാര്യമായി ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെന്നെ ചെയ്തു കഴിഞ്ഞാലും അയാൾ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഇല്ലൽ മുക്റഹ്, ഒരാളെ നിർബന്ധിപ്പിക്കപ്പെട്ട് പേടിപ്പിച്ചുകൊണ്ട് ആ രൂപത്തിൽ ചെയ്താൽ ഒഴികെ എന്നാണ് മഹാനായ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് ഇത് ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ തിരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനും അതനുസരിച്ച് മരണപ്പെട്ടു പോകാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.